20% ഇവിടുത്തെ കാര്യങ്ങൾ നീങ്ങുന്നത് ഗൾഫ് റെമിറ്റൻസ് കൊണ്ടാണ്. അമേരിക്കയിലേക്ക് ഒരുവൻ പോയാൽ കാര്യമായ പണമൊന്നും അയച്ചു കിട്ടണമെന്നില്ല. കാരണം അവരവിടെ പൗരത്വമൊക്കെ എടുത്ത് അവിടെ ഏൺ ചെയ്യുന്ന പണം അവിടെ തന്നെ ഉപയോഗിക്കാം. ഗൾഫ് കേരളത്തിനൊരു ചാകരയാണ്, ഇന്ത്യക്ക് സാധ്യതയാണ്. ഫോറിൻ റെമിറ്റൻസസ് കുറഞ്ഞു വരും. അത് കേരളത്തിനുണ്ടാക്കുന്ന ഭീമമായ സ്ട്രെസ്. ഗൾഫ് മേഖലയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സ്വാഭാവികമായും നമ്മുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന പ്രവാസികളെയാണല്ലോ അത് ദോഷകരമായി ബാധിക്കുക. UAE 38.9 ലക്ഷം, സൗദി അറേബ്യയിൽ 27.4 ലക്ഷം, കുവൈറ്റിൽ 10 ലക്ഷം, ഇങ്ങനെ ലക്ഷക്കണക്കിന് പ്രവാസികളാണ് വിവിധ അറബ് നാടുകളിൽ ജോലി ചെയ്യുന്നത്. പ്രവാസികളെ ദോഷകരമായി ബാധിക്കുമോ യുദ്ധം ഇങ്ങനെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ? ലക്ഷങ്ങളുടെ കണക്ക് കോടിയിലെത്തി നിൽക്കുകയാണ്. ഏതാണ്ട് 1 കോടിയോളം പേർ, 90 ലക്ഷത്തിൽ പരം പേർ 6 GCC രാജ്യങ്ങളിലായി ജോലി ചെയ്ത് ഉപജീവനം നിർവഹിക്കുന്നു. അവർ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നു. 20% ഇവിടുത്തെ കാര്യങ്ങൾ നീങ്ങുന്നത് ഗൾഫ് റെമിറ്റൻസ് കൊണ്ടാണ്. അമേരിക്കയിലേക്ക് ഒരുവൻ പോയാൽ കാര്യമായ പണമൊന്നും അയച്ചു കിട്ടണമെന്നില്ല. കാരണം അവരവിടെ പൗരത്വമൊക്കെ എടുത്ത് അവിടെ ഏൺ ചെയ്യുന്ന പണം അവിടെ തന്നെ ഉപയോഗിക്കാം. പിന്നെ ചില ഡോളേഴ്സ് നാട്ടുകാർക്ക് ആർക്കെങ്കിലും ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തെങ്കിലായി. അല്ലാതെ അവർക്ക് വേണ്ടി ഗൾഫുകാരൻ ചെയ്യുന്നത് പോലെ അമേരിക്കൻ പ്രവാസി ചെയ്യില്ല. അതുകൊണ്ട് ഗൾഫ് കേരളത്തിനൊരു ചാകരയാണ്, ഇന്ത്യക്ക് സാധ്യതയാണ്. കേരളത്തിൽ നിന്നും, ഇന്ത്യയിൽ നിന്ന് ആകമാനം 90 ലക്ഷത്തിൽ പേരും കേരളത്തിൽ നിന്ന് മാത്രമായി 30-35 ലക്ഷം പേരാണ്. കേരളത്തിന്റെ 3.5 കോടി ജനസംഖ്യയുടെ 10 വരും 35 ലക്ഷം എന്ന് പറയുന്നത് വലിയ നമ്പറാണ്. ഇത്രയും പേർ അവിടെ സാമാന്യം നല്ല നിലയിൽ, ചിലരൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടി, ചിലരൊക്കെ നല്ല നിലയിൽ, ചിലരൊക്കെ ഭേദപ്പെട്ട നിലയിൽ ഒക്കെ ജീവിക്കുന്നു. ഒരു കണ്ടീഷനുണ്ട്, ഗൾഫിൽ ഉത്പാദനം നടക്കണം. എണ്ണ ഉത്പാദനവും മറ്റ് വിതരണ പ്രക്രിയകളും അഭംഗുരം നടക്കണം. ഇപ്പോൾ അതിലൊരു ഹോൾട്ട് വന്നിരിക്കുന്നു. പൂർണ്ണമായ ഹോൾട്ടൊന്നും എങ്കിലും പല എണ്ണ കമ്പനികളും അടച്ചുപൂട്ടിയിരിക്കുന്നു. അടച്ചുപൂട്ടൽ വക്കിലാണ്. അവിടുത്തെ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് കുറഞ്ഞിരിക്കുന്നു. അത് വലിയൊരു ഭീഷണി തന്നെയാണ്. അത് മാത്രമല്ല, എണ്ണ സംഭരണശാലകൾ പലതും പൂർണ്ണ കപ്പാസിറ്റിയിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ഉത്പാദനം നടത്തിയാൽ സംഭരിക്കാൻ ഇടമില്ലാതെ വരും. അതുകൊണ്ട് ക്രൂഡ് ഓയിൽ ഉത്പാദനത്തിന് തോത് കുറയും. എണ്ണ വിപണിയിൽ വില കൂടുമ്പോൾ അത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നാം, എപ്പോഴാണ് അത് വിൽക്കാൻ സാധിച്ചാൽ. പക്ഷെ ഗൾഫ് രാജ്യങ്ങൾക്കും ഹോർമൂസ് കടന്ന് എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളാണ് ഖത്തറും ബഹ്റൈനും കുവൈറ്റും ഇറാഖും എല്ലാം. പറ്റുമോ? ഖത്തർ അതിന്റെ പ്രകൃതിവാതക നിക്ഷേപത്തിന്റെ, ലോകത്തിന്റെ തന്നെ ഏതാണ്ട് 1/3 പ്രകൃതിവാതകത്തിന്റെ നിയന്ത്രണമുള്ളതാണ് ഖത്തറുമായി ചേർന്ന് കിടക്കുന്ന ഇറാൻ ഖത്തർ ബെൽറ്റിലെ വാതക പാടങ്ങൾ. ഇതെല്ലാം അടച്ചിടേണ്ടി വരുമ്പോൾ പ്രകൃതിവാതകത്തിനുണ്ടാകുന്ന ഷോർട്ടേജ് ക്രൂഡ് ഓയിലിന്റെ ഷോർട്ടേജിനേക്കാൾ കൂടുതലാണ്. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കും. ഇനി ജനങ്ങളിലേക്ക് വരാം. അതാണല്ലോ ചോദ്യം. ഗൾഫിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പല കാര്യങ്ങളും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെയല്ലേ ഗൾഫിലേക്ക് എത്തുന്നത്. ഇറാൻ ഉപരോധം കൊണ്ട്, അമേരിക്ക മാത്രമല്ലല്ലോ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്, ഹോർമൂസ് ഉപരോധം ഇറാൻ തുടരുമ്പോൾ ചരക്ക് ഗതാഗതം ഗൾഫിലേക്കുള്ള, ഹോർമൂസ് വഴിയുള്ള പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുകയല്ലേ? സാധനങ്ങൾക്ക് വില കൂടുന്നില്ലേ? അവശ്യ സാധനങ്ങൾ ദുർലഭമായി വരില്ലേ? തൽക്കാലത്തേക്ക് ബഫർ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കാം, ആഴ്ചകൾ പിടിച്ചു നിൽക്കാം. പക്ഷേ മാസങ്ങളും വർഷങ്ങളും ഗൾഫ് രാജ്യങ്ങൾക്കും പിടിച്ചു നിൽക്കാനാവില്ല. ആദ്യം ചെയ്യുന്നത് എന്താണ്? ടൈറ്റ് സ്ക്വീസ് ആണ്. അതിൽ കമ്പനികൾ ആളുകളുടെ എണ്ണം, തൊഴിലാളികളുടെ, ടെക്നീഷ്യൻസിന്റെ, വർക്ക് ഫോഴ്സിന്റെ എണ്ണം വെട്ടിക്കുറയ്ക്കും. റിട്രെഞ്ച്മെന്റ് ഉണ്ടാകും. നാട്ടിലേക്ക് വിടും. ആദ്യം തെറിക്കുന്ന തലകൾ ഗൾഫുകാരുടെ ആയിരിക്കില്ലല്ലോ, ഗൾഫ് രാജ്യത്തെ പൗരന്മാരുടെ ആയിരിക്കില്ലല്ലോ, ഇന്ത്യക്കാരുടെയും മറ്റു പ്രവാസികളുടെയും ആയിരിക്കും. അങ്ങനെ ആദ്യം ചെറിയൊരു ബാച്ച് ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് എത്തണമെന്നില്ല, എത്താതിരിക്കട്ടെ. ആ ബാച്ചുകളുടെ എണ്ണം കൂടും, ഫ്രീക്വൻസി കൂടും, ടോട്ടൽ തോത് കൂടും. അങ്ങനെ ഫോറിൻ റെമിറ്റൻസസ് കുറഞ്ഞു വരും. അത് കേരളത്തിനുണ്ടാക്കുന്ന ഭീമമായ സ്ട്രെസ് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ വരവ് നിലയ്ക്കും. പണത്തിന്റെ വരവ്, വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ തോത് കുറയും. 2, ഈ കേരള ഇക്കോണമിയുടെ നിലനിൽപ്പ് അപകടത്തിലാകും. 3, ഈ ആളുകളുടെ പുനരധിവാസം ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന, നമ്മൾ കണ്ടതാണ് കുവൈറ്റ് യുദ്ധകാലത്ത് 91-92 കാലത്ത് കുവൈറ്റിൽ നിന്നും വന്ന, അത് ഒരു രാജ്യത്തിൽ നിന്ന് മാത്രമാണെന്ന് ഓർക്കണം, അവിടുന്ന് വന്ന ആളുകളുടെ പുനരധിവാസം ഉൾപ്പെടെ വലിയ സ്ട്രഗിളിലായി പോയി.
അപ്പോൾ ഈ പറയുന്ന 8-9 രാജ്യങ്ങളിലെ ആളുകൾ, ഇന്ത്യക്കാരായ ആളുകൾ തിരിച്ചു പോന്നാൽ ഇവരുടെ എല്ലാം പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയെ എങ്ങനെ രാജ്യത്തിന്, സംസ്ഥാനത്തിന് വിനിയോഗിക്കാൻ പറ്റും? ഇവിടെ എല്ലാം സർക്കാർ ജോലി കൊടുക്കാൻ പറ്റും അവർക്കെല്ലാം? ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടൊരു സ്പൈറലിംഗ് ഇഫക്റ്റാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. അത് മാത്രമല്ല, കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് കയറ്റുമതി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാരുണ്ട്, മറ്റു ഉൽപ്പന്നങ്ങൾ കയറ്റുമതിക്കാരുണ്ട്, സുഗന്ധദ്രവ്യങ്ങൾ എന്നു വേണ്ട ഒരു കയറ്റുമതി മാർക്കറ്റ് കൂടിയാണ് ഗൾഫ് മേഖല. ഈ കേരളത്തിലെ കയറ്റുമതിക്കാർ വല്ലാതെ ബുദ്ധിമുട്ടില്ലേ? ഇപ്പൊ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇപ്പോൾ വലിയ ശക്തമായി പോകുന്നു. $800 ബില്യൺ കയറ്റുമതി സാധിച്ചു ഓരോ മാസം. ഇപ്പൊ കഴിഞ്ഞ മാസത്തെ കണക്ക്, മാർച്ച് മാസത്തെ കണക്കനുസരിച്ച് വലിയ ഒരു നേട്ടമാണ്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കഴിഞ്ഞ വർഷത്തെ തോതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. മറ്റേ ഉപരോധത്തിന്റെയും സാങ്ഷൻസിന്റെയും എല്ലാം ഒരു പ്രഭാവം കുറഞ്ഞു വരുന്നു. പക്ഷേ ഗൾഫ് വിപണി വളരെ പ്രധാനപ്പെട്ട വിപണിയാണ്. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ഇന്ത്യൻ ജനതയുടെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ, പ്രവാസി ലോകത്തിന്റെ കണ്ണീർ വീഴ്ത്തുന്ന തീരുമാനങ്ങൾ ഇറാനോ അമേരിക്കയോ എടുക്കാതിരിക്കട്ടെ. ഇതിൽ ഏറ്റവും സെൻസിബിളായി പ്രവർത്തിക്കേണ്ടത് അമേരിക്ക തന്നെയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിന്റെ സാധ്യത ഒഴിവാക്കാൻ ഗൾഫ് മേഖലയെ അതിന്റെ പാട് വിട്ടാ പോരെ? ഹോർമോസ് കടലിടുക്കിലൂടെ ഇറാന്റെ കപ്പലുകൾ പോയിക്കോട്ടെ. സംശയകരമായ കപ്പലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തടഞ്ഞു നിർത്തി പുറം കടലിൽ പരിശോധന നടത്താവുന്ന ഒരു സംവിധാനം ഉണ്ടാവുമല്ലോ. ആയുധങ്ങൾ കടത്തുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടത്തുന്നുവെങ്കിൽ എണ്ണ കടത്തിക്കൊണ്ട് പോകാതിരുന്നാൽ ഇറാൻ അളമുട്ടുന്ന അവസ്ഥ വരും. അളമുട്ടിയാൽ പാമ്പ് എന്ത് ചെയ്യുമോ അത് തന്നെയല്ലേ ഇറാൻ ചെയ്യുക. അത് ന്യായീകരണമൊന്നും കണ്ടെത്താനാവില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് ജനത തന്നെ ആയിരിക്കും. പ്രവാസികളും ഗൾഫിലെ പൗരന്മാരും ഒക്കെ തന്നെ അതിന്റെ തിക്തഫലം പേറേണ്ടി വരും. നിലവിൽ ഡീസാലിനേഷൻ പ്ലാന്റുകളെയൊക്കെ ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞതേ ഉള്ളൂ, ചെയ്തിട്ടില്ല കാര്യമായി. പക്ഷെ അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ ജലയുദ്ധമായിരിക്കാം ഗൾഫിനെ കാത്തു നിൽക്കുന്നത്. എവിടെയാണ് വേദനിക്കുന്നത് അവിടെ പ്രഹരിക്കുന്നതാണ് യുദ്ധത്തിന്റെ അടിസ്ഥാന രീതി. മർമ്മം നോക്കി പ്രഹരിക്കുക. എന്താണ് മർമ്മം? എണ്ണ ശുദ്ധീകരണശാലകളല്ല മർമ്മം. മർമ്മം ഡീസാലിനേഷൻ പ്ലാന്റുകളാണ്. കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമായും മറ്റാവശ്യത്തിനു വേണ്ടിയും ഉപയോഗിക്കാനുള്ള പ്ലാന്റുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയാൽ വെള്ളം കൂടി മുട്ടും, ജനം ദുരിതത്തിലാകും. അമേരിക്കക്ക് പെട്ടെന്ന് അതൊന്നും ഫിക്സ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ അവസ്ഥയിലേക്കൊന്നും പോകാതിരിക്കണമെങ്കിൽ അമേരിക്കക്കൊന്നും സംഭവിക്കില്ലല്ലോ. അമേരിക്ക അവിടെ നിന്ന് വളരെ ദൂരെയുള്ള രാജ്യമല്ലേ. അമേരിക്കൻ പൗരന്മാർക്കൊന്നും സംഭവിക്കില്ല. ഈ താവളങ്ങളിലെ അമേരിക്കൻ പൗരന്മാർക്ക് ഒരുപക്ഷെ അപകടം ഉണ്ടാകാം. അതുകൊണ്ട് അമേരിക്ക സംയമനം പാലിക്കണമെന്ന് പരമാവധി ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് സ്നേഹപൂർവ്വം, ലേശം നിർബന്ധ ബുദ്ധിയോടെ ആവശ്യപ്പെടാൻ ഉള്ള സാധ്യതയാണുള്ളത്. ഇപ്പോൾ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നിഗമനം. അതുകൊണ്ട് ഒരു കാരണവശാലും യുദ്ധം നീളുന്നത് ചെയ്യാനാവില്ല, സഹിക്കാനാവില്ല. ഗൾഫ് മലയാളികൾക്ക്, ഗൾഫ് ഇന്ത്യക്കാർക്ക്, പ്രവാസികൾക്ക് ഒട്ടും ഹിതകരമല്ല ദീർഘമായി നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം എന്നുകൂടി ഓർത്തിരിക്കുന്നത് നന്ന്.